ഞങ്ങളിവിടെ എല്ലാ ദിവസവും അവിടെ ഭഗവതി തൊഴാറുണ്ട്. ഭഗവതിയുടെ കീർത്തനങ്ങളും പിന്നെ ഭദ്രകാളി സഹസ്രനാമങ്ങളും ഒക്കെ ചൊല്ലാറുണ്ട്. പിന്നെ ഇവിടെ ശക്തി സ്വരൂപിണിയായിട്ടിരിക്കുന്ന ഭഗവതിയാണ് ഇവിടെ. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാണ് കൊടുക്കുന്നത്. നമ്മളെന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലും ഈ അടവഴിപാട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഫലം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഭഗവതിക്ക് നെയ്വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ഇവിടെ സമർപ്പിക്കാറുണ്ട്. ഭഗവതി അത്രയ്ക്ക് പിന്നെ അതുകൂടാതെ നമുക്കിവിടെ ഉച്ചയ്ക്ക് എല്ലാ വർഷവും ഈ ഉത്സവകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് നട്ടുച്ചയ്ക്ക് ഗുരുതി. അത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഇതാണ്. നട്ടുച്ചയ്ക്ക് ഗുരുതി തൊഴുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ്, നല്ലൊരു ഫലവത്തായിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ അമ്മയുടെ ഗുരുതി 10-30 വർഷമായിട്ട് ഗുരുതി തൊഴാറുണ്ട്. അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കാര്യം ഏത് കാര്യമായാലും നമുക്ക് അമ്മ എപ്പോഴും നമുക്കത് അനുഭവമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ വന്ന് തൊഴാറുണ്ട്. 15 വർഷത്തോളമായി ഗുരുതി തൊഴാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഞാൻ വിളിച്ചാൽ പുറത്തെത്തുന്ന ദേവിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 30 വർഷമായി ഇവിടെ എന്നെ കൊണ്ടുവന്ന കാലം പോലെ ഞാനിവിടെ അമ്മനെ തൊഴാൻ വരുന്നുണ്ട്. എനിക്ക് നല്ല അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അമ്മൂമ്മയുടെ കാലം മുതലേ ഞങ്ങളെ ഇവിടെ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അമ്മയെക്കുറിച്ചും അമ്മയുടെ ചരിത്രങ്ങളെക്കുറിച്ചും നമുക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ്. പിന്നെ അമ്മ ഐശ്വര്യപ്രദായിനിയും നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുമാണ്. അമ്മ നല്ല ഐശ്വര്യമാണ്. അമ്മയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ഐശ്വര്യങ്ങളും സമാധാനവും കിട്ടും. പിന്നെ നമ്മൾ ഏതൊരു നാട്ടിൽ പോയാലും നമ്മുടെ അമ്മയെ ഓർത്തിട്ട് പോയാൽ അവിടെ നമുക്കൊരു ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. എൻ്റെ അമ്മായിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. വൃന്ദാവനത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ കൂട്ടുവിട്ടുപോയ എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഒരാൾ വന്ന് അമ്മയെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടാക്കിയതും ഞങ്ങൾ ഒന്നിച്ചു പോരാനിടയായതും ഒരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. പൊന്നമ്മ എത്ര വർഷമായി അമ്മയെ തൊഴിൽ തുടങ്ങിയിട്ട്. എല്ലാവരും വിധി എഴുതി, ഭഗവാനും ഭഗവതിയും വിധി എഴുതിയില്ല മോനെ, ഇങ്ങും അമ്മയെ തൊഴുന്നു. ഇങ്ങനെ എൻ്റെ പ്രാണനും പോകണം. പിന്നെ കാലൊട്ടും പറ്റില്ല. ഇങ്ങനെ ഇത് ചെയ്തേ പിന്നെ കാലിനൊരു ബലമില്ല. എല്ലാ ദിവസവും വരും. പട്ടണത്തോട് പറയാം. പണ്ട് 2 നേരം വരാറുണ്ട്, ഇപ്പോൾ 1 നേരമാക്കി. എത്രയോ വർഷമായി, ഒരു 60 വർഷമായി തൊഴിൽ തുടങ്ങിയിട്ട്.